133 ഏക്കറോളം വരുന്ന ഫോർട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വേലൂർ ഫോർട്ടിലേക്ക് പോകാൻ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കാട്ട്പാടി ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഇറങ്ങിയതിനു ശേഷം വേലൂരിലേക്ക് ബസ് കയറാനാവും. അവിടെ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത്. പഴയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് തന്നെയാണ് ഈ ഒരു വേലൂർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 133 ഏക്കറോളം കരിങ്കല്ലാൽ നിർമ്മിച്ച ഈ ഒരു ഫോർട്ടിൽ 4 വശങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ 4 സൈഡ് ഉണ്ടെങ്കിൽ പോലും, പ്രധാനമായും ഒരു കവാടം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനാവുകയുള്ളൂ. ഈ ഒരു വേലൂർ ഫോർട്ടിൽ 458 വർഷങ്ങൾക്ക് മുന്നേ കരിങ്കല്ലാൽ പൂർണ്ണമായും നിർമ്മിച്ചതായതുകൊണ്ടും ഇപ്പോഴും ഈ ഒരു ഫോർട്ട് ഇതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നു. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ഫോർട്ടിലേക്ക് പോകാനാവും. കാരണം ഇത് കേരളത്തിന് സമീപത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഫോർട്ടിനുള്ളിൽ തന്നെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും ദേവാലയങ്ങൾ നിലകൊള്ളുന്നു. 458 വർഷങ്ങൾക്ക് മുന്നേ കരിങ്കല്ലാൽ നിർമ്മിച്ച ഈ ഒരു ഫോർട്ടിന് ചുറ്റും വെള്ളമാണ്. ആ വെള്ളത്തിൽ മുതലകളെ വളർത്തിയിരുന്നു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ പള്ളികളും ആരാധനാലയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കല്ലിൽ ചെയ്ത ചിത്രപ്പണികൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു ഫോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള കാഴ്ചകളും വളരെ മനോഹരമായി തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. എത്ര ചൂട് കൂടുതലാണെങ്കിൽ പോലും വേലൂർ ഫോർട്ടിന് ഉള്ളിൽ തന്നെ വലിയ വൃക്ഷങ്ങൾ ഉള്ളതിനാൽ ആ ഒരു തണൽ, ആ ഒരു ചൂടിനെ മറികടക്കുവാനായി സാധിക്കും. ഈ ഒരു നടക്കുന്ന പാതയിൽ പോലും ഒരുപാട് ആളുകൾക്ക് വിശ്രമിക്കുവാനും ഈ ഒരു തണലിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് അടിക്കുക.